എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു തയ്യൽ വീഡിയോ ആവാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ തയ്യൽ പഠിച്ചത് എൻ്റെ അമ്മയുടെ അടുത്തുനിന്നാണ് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ അമ്മാമ്മ വീട്ടിൽ പോയിട്ട് വല്ല തയ്ക്കാനുള്ള തുണികൾ അന്വേഷിച്ച് പോയതാണ്. അപ്പോഴാണ് വഴിയിൽ ഇതുപോലത്തെ പൂച്ചയെ കണ്ടത്. ഇതിൻ്റെ പേര് വാവച്ചി എന്നാണ് കേട്ടോ. അപ്പോൾ 4 മക്കളുടെ അമ്മയാണ്. എന്നിട്ട് ഞാൻ പിന്നെ അമ്മാമ്മയുടെ അടുത്താണെങ്കിൽ തുണി ചോദിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കും അമ്മാമ്മ ജോലിയിലൊക്കെ ആയിരുന്നു. എന്നിട്ടും എനിക്കാണെങ്കിൽ 2 പാവാട എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു തയ്ക്കാനായിട്ട്. പിന്നെ അതും കിട്ടിയ സന്തോഷത്തിൽ ഞാൻ പിന്നെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഒന്ന് തയ്ച്ച് നോക്കാം, ഇന്ന് തന്നെ എത്തിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചെറിയൊരു പണിയൊക്കെ ഉണ്ട്. അമ്മ കോഴിയുടെ കാര്യത്തിനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. എനിക്ക് തയ്ക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ആരെങ്കിലും അടുത്ത് നിൽക്കുന്ന ടൈമിൽ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ, തയ്ക്കുന്നത് ശരിയാവുമോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ എന്തായാലും 2 തുണി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തയ്ച്ച് നോക്കാം. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് അമ്മ സെക്കൻഡ് ഹാൻഡ് ഒരു തയ്യൽ മെഷീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിന് കാര്യമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ ചെറിയ രീതിയിലൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് തയ്ക്കുന്ന വീഡിയോയിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കുറച്ച് നേരം ഒന്ന് പാടുപെട്ടു കേട്ടോ, നൂലൊക്കെ കോർത്തെടുക്കാനായിട്ട്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പം സൂചിയിൽ കയറ്റാനായിരുന്നു കുറച്ച് നേരം പാട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് അങ്ങനെ നൂലൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ പിന്നെ തയ്ക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ അമ്മാമ്മയുടെ ആ ഒരു പച്ച പാവാടയാണ് തയ്ച്ചു കൊടുത്തത്. കുറച്ച് നേരം നമ്മൾ അടിക്കുമ്പോൾ തന്നെ അതിൻ്റെ നൂല് പൊട്ടാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്തവണ അടിച്ചപ്പോഴത്തേക്കും അതൊന്നും സംഭവിച്ചില്ല, നല്ല ഫിനിഷായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും അടുത്തത് അമ്മാമ്മയുടെ 2ാമത്തെ പാവാടയാണ് കേട്ടോ അടുത്ത് ഞാൻ തയ്ക്കാൻ പോകുന്നത്. നൂല് ഭയങ്കര വരാൻ പ്രയാസമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ആ ഒരു മെഷീനിൽ നിന്ന് ആ ഒരു നൂലെടുത്ത് നമ്മൾ തറയെ വെച്ചിട്ടാണ് ബാക്കി തയ്ച്ചത്. അപ്പോൾ ഞാൻ ഒരടിയെ അടിച്ചിട്ടുള്ളൂ, ഇനി അടുത്ത് ഒരടി കൂടെ അടിക്കേണ്ടതുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ എപ്പോൾ തയ്യൽ മെഷീൻ അടിക്കാൻ തുടങ്ങിയാലും ഈ 2 പൂച്ചകൾ എൻ്റെ കൂടെ തന്നെ കാണും കേട്ടോ. അപ്പോൾ ഞാൻ അടിച്ചു കൊടുത്ത പാവാട അമ്മാമ്മയ്ക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സാരി എടുത്ത് തന്നിട്ട് എന്ത് വേണോ അടിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ റൂമിലാണെങ്കിൽ എനിക്ക് നോക്കിയപ്പം ക്രാഫ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഡോർ എന്തോ ഒരു പൂർത്തി ഇല്ലാത്ത പോലെ. അങ്ങനെ പിന്നെ ഞാനാണെങ്കിൽ ഒരു കർട്ടൻ അങ്ങ് തച്ചു കേട്ടോ. ഈ ഒരു കർട്ടനാണെങ്കിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ അടിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും എടുക്കണ്ടെന്നാണ് കരുതിയത് കേട്ടോ. പിന്നെയാണ് ഞാൻ നോക്കിയപ്പം വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അമ്മാമ്മ തന്ന തുണിയാണെങ്കിൽ നല്ല തിളക്കമുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളാണെങ്കിൽ കർട്ടൻ അടിച്ചതും നല്ലതുപോലെ തിളങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അടിച്ച കർട്ടൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇപ്പോൾ 2 പാർട്ടായിട്ട് വയ്ക്കുവാണെങ്കിൽ ഇതിനെക്കാട്ടിയും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോഴാണെങ്കിൽ ഇത് സാരി തുണി ആയതുകൊണ്ട് തന്നെ ചെറിയൊരു കാണാനൊക്കെ ഇത്തിരി ഭംഗി കുറവാണ്. അപ്പോൾ ഞാൻ അടുക്കളയിൽ അവിടുത്തെ ഡോറ് നോക്കിയപ്പോൾ അവിടെ എന്തോ പോലെ ഇല്ലാത്തതുപോലെ തോന്നി. പിന്നെ അവിടെ ഒരു കർട്ടൻ അടിച്ചങ്ങ് ഇട്ടു. സാരിക്ക് അത്യാവശ്യം നീളമുള്ളതുകൊണ്ട് തന്നെ 2 കർട്ടൻ അടിച്ചിട്ടും ബാക്കി തുണി മിച്ചം വന്നുകൊണ്ട് തന്നെ മേശപ്പുറത്ത് വിട്ടു കേട്ടോ. പിന്നെ ഒരു സ്ക്രഞ്ചസും തച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.